ബിഗ് ബോസ് ഹൗസിൽ നിന്നാലും ആദിൽ അനൂർ കപ്പിളിൽ നിന്ന് എന്തായാലും ആദിൽ എന്തായാലും പുറത്തായിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസിൽ നമുക്കറിയാം 50ാമത്തെ എപ്പിസോഡിലേക്ക് എന്തായാലും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സഡൻ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണല്ലോ ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന്. ആദിൽ അനൂർ കപ്പിൾസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. കാര്യം ഇവരെ രണ്ടുപേരും കൂടി എന്തായാലും ഒരൊറ്റ മത്സരാർത്ഥി എന്നുള്ള ഇതിലാണ് എന്തായാലും ബിഗ് ബോസ് എന്നാലും ആദ്യം എടുത്തിരുന്നത്. എന്നാലും നമുക്കറിയാം ഇവർ എന്തായാലും ജസ്റ്റ് അങ്ങനെ മത്സരിക്കുക അല്ലെങ്കിൽ നോർമൽ മത്സരാർത്ഥികളെ പോലെ കൂട്ടുക എന്നുള്ള ഇതിലല്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ എന്തായാലും ബിഗ് ബോസിന് ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഈ രണ്ടാൾക്കാരെ നമുക്ക് അറിയാവുന്നതല്ല. കാര്യം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാത്രമല്ല ഈ പറയുന്ന പുറത്താണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഒന്നായ ആൾക്കാർ തന്നെയാണ്. സോ അപ്പൊ ഇവര് നേരിട്ട് ഒറ്റപ്പെടലുകളായിക്കോട്ടെ കളിയാക്കലുകളായിക്കോട്ടെ ഒരുപാടാണല്ലോ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് നേരിടുന്ന ഈ കപ്പിൾസിനകത്ത് ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ എത്തരത്തിലായിരിക്കും നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുക അല്ലെങ്കിൽ കളിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. കാര്യം ഇവരെങ്ങനെയായിരിക്കും നേരിടുക അല്ലെങ്കിൽ വളരെയധികം വീക്കായി പോകും ഈ പറയുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതികൾ ഇവരുടെ കളികൾ എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ബിഗ് ബോസ് നല്ല തന്നെ അറിഞ്ഞ് ഉപയോഗിച്ചു എന്നുള്ള ന്യൂസ് തന്നെയാണ് എന്നാലും ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലൈവ് കണ്ടവർക്കും അറിയാം ഇവരുടെ രണ്ടുപേരും വളരെയധികം ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന കുറച്ച് രംഗങ്ങളും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്തു വിട്ടിരുന്നതാണ്. ലൈവിനകത്ത് കുറച്ചധികം സ്പേസ് ഈ കപ്പിൾസിന് വേണ്ടി കൊടുത്തിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഹിന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന കപ്പിൾസിനോട് ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിരുന്നു എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. ചിലപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്തു വിടാത്തതാണോ എന്ന് അറിയില്ല. അതിലെ കാര്യം വളരെയധികം ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന ആദിലേനും ഉറയുമാണ് നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചില്ല ലൈവിനകത്ത്. സോ എന്നാലും പുറത്തുവിടുന്ന ഇൻഫർമേഷൻ പ്രകാരം ഈ പറയുന്ന രണ്ട് കപ്പിൾസിനകത്ത് ഒരാൾ ഈ പറയുന്ന അതിലെ പുറത്തേക്ക് വരുന്ന സമയം ന്യൂറയുടെ വളരെയധികം ഇമോഷണലി വീക്കായിട്ടുള്ള കുറച്ച് ഫേസും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ പറയുന്ന അവിടെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഡാറ്റ തന്നെയാണ് നമുക്ക് എന്തായാലും കിട്ടുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണലി ടച്ച് ചെയ്യാൻ പോകുന്ന ഒരു കുറച്ച് മൂവ്മെന്റ്സ് തന്നെ ആയിരിക്കും. ഈ ഒരാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അത്രക്കൊരു നല്ലൊരു വീക്കോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. കാര്യം അതിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിലൊരു ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തപ്പെട്ടൊരു വീക്കും കൂടിയായിരുന്നു. അതിലേക്ക് കൊടുത്തിരുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും എല്ലാം അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് വളരെയധികം തന്റേടിയായ ഒരു മുതലാളിയുടെ മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളുമാണ് ഈ പറയുന്ന ആദിലിനോട് പിടിച്ച് അത്തരത്തിൽ ബിഹേവ് ചെയ്യാനും മറ്റുമാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാലും അതിലേക്ക് കൊടുത്തിരുന്ന ഒരു മിഷൻ. അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ എന്തായാലും അതിലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കണക്ഷൻ വിട്ടുപോയി അല്ലെങ്കിൽ ഇത് അതിലൂടെ ക്യാരക്ടർ ആണോ എന്നുള്ള രീതിയിൽ വരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് എന്തായാലും പുറത്ത് ഈ പറയുന്ന ഓഡിയൻസ് എന്തായാലും എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഈ പറയുന്ന റിയാസ് വന്നതിന് ശേഷം കുറച്ച് ഉണ്ടാകുന്ന ഇൻസിഡൻസിലും കാര്യങ്ങളിലും എല്ലാം ഈ പറയുന്ന അതിലേക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് എന്തായാലും പുറത്തേക്ക് എന്തായാലും പോകാൻ കാരണമായിട്ടുണ്ട്. സോ എന്തായാലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ നമുക്കറിയാമില്ല ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തയ്യാറാക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോസ് പുറത്ത് വിടാറുള്ളത്. സോ ഇതിലൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഡാറ്റയൊക്കെ ശരിയായിട്ടുള്ളതുമാണ്. കാര്യം നമുക്കറിയാം ആ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ അത്തരത്തിലുള്ള പല ഇൻഫോർമേഷൻസും പുറത്തേക്ക് വരാറുള്ളതാണ്. സോ അതൊക്കെ ശരിയാകാറുള്ളതാണ്. കാര്യം അതിനൊരു കറക്റ്റ് സോഴ്സ് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ആരാണ് ഇത് പുറത്തേക്ക് വിടുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പല ഇൻഫോർമേഷൻസും പുറത്ത് വരാറുണ്ട്, അതൊക്കെ ശരിയാവാറുണ്ട്. സോ നമ്മളും അത്തരത്തിലുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ശരിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നാലും ഈ പറയുന്ന ആദിൽ അനൂർ കപ്പിൾസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതും പോയിട്ടുണ്ടെങ്കിൽ നൂറ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.